ഹായ് ഓൾ, വെൽക്കം ടു സിമ്പിൾ സക്സസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ നമ്മൾ കുറേ വിപ്ലവങ്ങളെക്കുറിച്ച് പഠിച്ചു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ചൈനീസ് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു വിപ്ലവമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. രക്തരഹിത വിപ്ലവം, ഗ്ലോറിയസ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688 ഇംഗ്ലണ്ടിലെ ഫ്യൂഡൽ പ്രഭുക്കന്മാർ തകരുകയും ഒരു വാണിജ്യ വ്യാപാര രംഗം പുരോഗതി പ്രാപിക്കുകയും ചെയ്തു. വാണിജ്യ ബന്ധത്തിലൂടെ കച്ചവടത്തിലൂടെ ഉയർന്നു വന്ന മധ്യവർഗമായിരുന്നു ഇംഗ്ലണ്ടിലെ അപ്പോഴത്തെ രാജാക്കന്മാരായ ചാൾസ് ഒന്നാമനെയും ജെയിംസ് ഒന്നാമൻ്റെയും അടിത്തറ. എന്നാൽ രാജാക്കന്മാർ മധ്യവർഗത്തിന് അനുകൂലമായ ഒരു നയങ്ങളും സ്വീകരിച്ചിരുന്നില്ല. പാർലമെന്റിനെ വകവയ്ക്കാതെ സ്വേച്ഛാധിപത്യ ഭരണം തുടരുകയും ചെയ്തു. പാർലമെന്റ് മധ്യവർഗത്തിന് അനുകൂലമായ നിയമങ്ങൾ പാസാക്കി. ഇത് പാർലമെന്റും രാജാക്കന്മാരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാക്കി. ഈ തർക്കത്തിലേക്ക് കത്തോലിക്ക സഭ കൂടിച്ചേർന്നു. ആദ്യത്തെ കത്തോലിക്കൻ സഭയായ ആംഗ്ലിക്കൻ സഭ രാജാക്കന്മാർക്ക് അനുകൂലമായിരുന്നു. എന്നാൽ പുതുതായി വന്ന പ്യൂരിറ്റൻ സഭ മധ്യവർഗത്തിനൊപ്പമായി. ഇതിനിടയിൽ രാജാക്കന്മാർ ജനങ്ങളിൽ നിന്ന് അധിക നികുതി ഈടാക്കുകയും ആഡംബര ജീവിതം നയിക്കുകയും ചെയ്തു. ഇത് പാർലമെന്റും രാജാക്കന്മാരും തമ്മിലുള്ള തർക്കങ്ങൾ വർദ്ധിപ്പിച്ചു. രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യ ഭരണം നിയന്ത്രിക്കുന്നതിനായി ചാൾസ് ഒന്നാമനെ കൊണ്ട് 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെപ്പിച്ചു. പാർലമെന്റ് ചാൾസ് ഒന്നാമനെ കൊണ്ട് 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെപ്പിച്ചു. എന്നാൽ ചാൾസ് ഒന്നാമൻ പാർലമെന്റിനെ പിരിച്ചുവിടുകയും സ്വേച്ഛാധിപത്യ ഭരണം തുടരുകയും ചെയ്തു. പിന്നീട് സ്കോട്ട്ലൻഡുമായി യുദ്ധം ആരംഭിച്ചപ്പോൾ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കുന്നതിനായി ചാൾസ് ഒന്നാമന് പാർലമെന്റ് വിളിച്ചു ചേർക്കേണ്ടി വന്നു. 1640 ചാൾസ് ഒന്നാമൻ വിളിച്ചു ചേർത്ത ഈ പാർലമെന്റ് 20 വർഷക്കാലം നിലനിന്നു. ഈ പാർലമെന്റ് ലോങ് പാർലമെന്റ് എന്നറിയപ്പെടുന്നു. 1640 മുതൽ 1660 വരെ നിലനിന്ന ഈ പാർലമെന്റാണ് ലോങ് പാർലമെന്റ്. എന്നാൽ രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യ ഭരണം തുടർന്നു. ഇത് പാർലമെന്റും രാജാക്കന്മാരും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു. ഇതിൽ പാർലമെന്റ് സൈന്യം രാജാവിന്റെ സൈന്യത്തെ തോൽപ്പിച്ചു. പാർലമെന്റ് സൈന്യത്തിന്റെ തലവനായ ഒലിവർ ക്രോംവെൽ അധികാരമേറ്റു. ട്രംപ് പാർലമെന്റ് അവശിഷ്ട പാർലമെന്റ്. ഒലിവർ ക്രോംവെല്ലും അനുയായികളും ചേർന്നുണ്ടാക്കിയ പാർലമെന്റാണ് റംപ് പാർലമെന്റ്. ചാൾസ് ഒന്നാമനെ വധിക്കുകയും ചെയ്തു. ഒലിവർ ക്രോംവെൽ സൈനിക സ്വേച്ഛാധിപത്യ ഭരണമാണ് നടത്തിയിരുന്നത്. ഈ ഭരണത്തേക്കാൾ ഭേദം രാജാവിൻ്റെ സ്വേച്ഛാധിപത്യ ഭരണം എന്ന അഭിപ്രായം ഉയർന്നു വരികയും ജെയിംസ് രണ്ടാമനെ അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അപ്പം ജെയിംസ് രണ്ടാമനാണ് പിന്നീട് അധികാരത്തിൽ വന്നത്. ചാൾസ് ഒന്നാമനെ വധിച്ചു. അതിനുശേഷം ഒലിവർ ക്രോംവെല്ലിൻ്റെ സൈനിക സ്വേച്ഛാധിപത്യ ഭരണം വന്നു. പിന്നീട് ജെയിംസ് രണ്ടാമനെ അധികാരത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ സ്വേച്ഛാധിപത്യ ഭരണം പാർലമെന്റുമായി തർക്കമുണ്ടാക്കി. അദ്ദേഹവും സ്വേച്ഛാധിപത്യ ഭരണമാണ് നടത്തിയിരുന്നത്. ഇതിനുശേഷം ജെയിംസ് രണ്ടാമന് ഫ്രാൻസിലേക്ക് അഭയം പ്രാപിക്കേണ്ടി വന്നു. 1688 ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്യുന്നത്. ജെയിംസ് രണ്ടാമൻ്റെ മകളായ മേരിയും ഭർത്താവ് വില്യമിനെയും പാർലമെന്റ് ഭരണാധികാരികളായി ആക്കി. പാർലമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയാണ് നിലവിൽ വന്നത്. 1688 ജെയിംസ് രണ്ടാമൻ്റെ മകളായ മേരിയും ഭർത്താവ് വില്യമിനെയും പാർലമെന്റ് ഭരണാധികാരികളാക്കി. പാർലമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയാണ് നിലവിൽ വന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ചാൾസ് ഒന്നാമനാണ്. ചാൾസ് ഒന്നാമനെ വധിച്ച ശേഷം ജെയിംസ് രണ്ടാമൻ ഭരണത്തിൽ വന്നു. ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് 1688 പലായനം ചെയ്തു. 1649 മുതൽ 1660 വരെയുള്ള ഒലിവർ ക്രോംവെല്ലിൻ്റെ സൈനിക സ്വേച്ഛാധിപത്യ ഭരണ കാലഘട്ടമാണ് കോമൺവെൽത്ത് എന്നറിയപ്പെടുന്നത്. ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത് ഒലിവർ ക്രോംവെല്ലാണ്. ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെടുന്നത് ഒലിവർ ക്രോംവെല്ലാണ്. 1688 മുതൽ 1689 കാലഘട്ടത്ത് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച വിപ്ലവമാണ് രക്തരഹിത വിപ്ലവം. 1688 1689 ജെയിംസ് രണ്ടാമനെയാണ് ഫ്രാൻസിലേക്ക് പലായനം ചെയ്യപ്പെട്ടത്.
എന്നിട്ട് ജെയിംസിൻ്റെ രണ്ടാമൻ്റെ മകളായ മേരിയെയും ഭർത്താവ് വില്യമിനെയും രാജാധികാരം ഏൽപ്പിച്ചു. വിപ്ലവ സമയത്ത് ഭരണാധികാരി ജെയിംസ് രണ്ടാമനാണ്. പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റാണ്. പാർലമെൻറ്റ് അധിക അവകാശ നിയമം പാസ്സാക്കിയത് 1689 പാർലമെൻറ്റ് അവകാശ നിയമം പാസ്സാക്കിയത് 1689. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. താങ്ക് യു.